അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞു അണ്ടിക്കുറപ്പുണ്ടെങ്കിൽ ഏടെ നിന്ന് തലയുടെ കമന്റ് ഇടുന്ന ബാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് വിഷയം പറയും. അല്ലാണ്ട് നമ്മൾ എത്ര അഡ്രസ്സും കാര്യങ്ങളും ആള് വന്ന് വിഷയം പറയും. മൈത്താണ്ടി നീ ബാന്നിട്ട് വിഷയം പറയും. മുണ്ടാണ്ട് നമ്മളെ കച്ചവടം നമ്മളെ ബിസിനസ് ആര് കാര്യത്തിൽ ഇടപെടാണ്ട് ഞമ്മ മാത്രം ഒരു ബിസിനസ് ചെയ്ത് പോന്ന ഉണ്ടായ ഞമ്മളെ ഒരു കഥ ഞമ്മക്ക് അറിയുന്ന എത്തിന്. കാരണം പലരും പല കമന്റ് ഇടും. അത് നമ്മൾ വീണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ജിഷ്ണു എന്ന് പറയുന്ന എത്തിന്റെ കഥ പറയാ. ഇവിടുന്ന് ഇവൻ പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ഇവര് തമ്മിൽ വേണ്ടാത്ത രീതിയിൽ ഒരു സംഭവം ഈ ഷോപ്പിനകത്ത്, ഏത് ഷോപ്പിനകത്ത്, ഈ ഷോപ്പിനകത്ത് കണ്ടിട്ട് പിടിച്ച് പുറത്താക്കിയതാണ്. കാരണം ഈ പറഞ്ഞ വീഡിയോ ക്യാമറ എടുക്കുന്നവനുണ്ടായിരുന്നു വിളിക്കുമ്പോൾ, നീ ഉണ്ടായിരുന്നു ഇവൻ നീ പോകുന്നതിന് 2 ദിവസം കുറിച്ച് ഇപ്പൊ മംഗലൊക്കെ വേറെ പോകുന്നത് നാട്ടിൽ നിന്ന് വന്നേ. അപ്പൊ ഈ ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തിനോട് പറയാനുള്ളത്, ജിഷ്ണു നിനക്ക് അണ്ടി കുറപ്പുണ്ടെങ്കിൽ നിനക്ക് സത്യാവസ്ഥ പുറത്തിടാൻ പറ്റും. നിന്നെ നാട്ടാർ തല്ലുന്ന വീഡിയോ എടുക്കോ അത് എഡിറ്റാക്കി വിട്ടരാം. നീ പറയുന്ന വ്യക്തി, നീ ഈ പെണ്ണും കൂടിയിട്ട് ഇവിടെ ബന്ധം സ്ഥാപിച്ചിട്ട് ഇവിടെ നമ്മൾ ഓഫീസ് റൂമിൽ കാണിക്കാത്ത രീതിയിൽ പലതും കാണിച്ച് നിന്നും ആ പെൺകുട്ടി ഞമ്മ ഇവിടുന്ന് പുറത്താക്കിയതാണ് അല്ലേ? ഞാൻ പല ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ടായി. അന്നത്തെ പുറത്താക്കിയ വ്യക്തിയാണ് ഇവന്. അന്നത്തെ ഇവൻ വന്നിട്ട് കള്ളം കുടിച്ചിട്ട് കുറച്ചു മുമ്പ് ഇവന് പല തെറിയിട്ടത് വേണ്ടാത്ത രീതിയിൽ ഈ ചൊട്ടന് എന്ത് ആ പെൺകുട്ടീനെ ഇവനും ചേർത്തിട്ട് നീ ഓൾ അങ്ങനെ ആക്കിത്തറ ഇങ്ങനെ ആക്കിത്തരും യോനെ തെറി വിളിക്കുന്നു. എന്തിന്റെ ആവശ്യം? നിന്നെന്തിനാ വിളിച്ചത്? സമയമില്ല, തീർന്നു. നേരെ വന്നിട്ട് അല്ലാണ്ട് 4-5 വോയിസ് ഇട്ട് നീ വലിയ ആളായിരുന്നില്ല. നീ ഈ കമന്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ എനിക്ക് റീപ്ലൈ തന്നത്. നിനക്കറിയും നിന്നെ ഇടുന്നത് പുറത്താക്കി ആ പെൺകുട്ടിനെ എന്ത് പുറത്താക്കി നിങ്ങളുടെ ആ ക്രീമിന്റെ ക്രീമി കൊണ്ട് അങ്ങനെ ഇങ്ങനെ മറ്റൊരു മറിച്ച് എന്നിട്ട് ഇപ്പൊ ഇതും കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പണി എടുത്തിട്ട് നിങ്ങൾ ഈ പെണ്ണിനെ നിന്നെയും പുറത്താക്കി നിൽക്കുന്നത്. പെണ്ണ് പുടിയന് നീ ആയത് കൊണ്ടാണ് നമ്മളെ ഷോപ്പില് സ്റ്റാഫിനെ കേറി പിടിച്ചത് കൊണ്ടാണ് ആ പെണ്ണിനെയും പുറത്താക്കി നിന്നെയും പുറത്താക്കി. എന്താ 2 ആള് വേണ്ട ഒരു ഷോപ്പിൽ? അങ്ങനെയാണ് നിന്നെ പുറത്താക്കുന്നത്. അന്നത്തെ ഈ കമന്റ് വന്നിട്ട് വെറുതെ ഇട്ടെങ്കിൽ എല്ലാ സത്യാവസ്ഥ പുറത്തു കൊടുക്കും. അപ്പൊ എന്തിനു വെറുതെ അങ്ങനത്തെ പണിയെടുക്കുന്നത്? നമ്മളെ പണിയെടുക്കും നമ്മൾ. കാരണം പെണ്ണിന്റെ പേര് വന്നെങ്കിൽ പുറത്തിടാം. കാരണം പെണ്ണിന്റെ പേര് വരാൻ പാടില്ല അതിൽ. അതുകൊണ്ട് നീ അത്രയ്ക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ പേര് പുറത്തിടും, ക്യാമറ അടക്ക തെളിവിനിടും. അപ്പൊ നിനക്ക് അത് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം പണി നോക്കിയിട്ട് പോവാ. ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിൽ നീ കമന്റ് ഇട്ടോണ്ട് ഞാൻ റിപ്ലൈ